പെട്ടെന്നൊരു പിസ്സ കഴിക്കാൻ തോന്നിയ ബ്രെഡ് വെച്ച് നമുക്ക് അടിപൊളി ഒരു പിസ്സ റെഡിയാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് പിസ്സ ബേസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 7 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 6-7 പീസ് ബ്രെഡ് എടുത്തിട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡ് പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി കട്ട് ചെയ്തതിന് ശേഷം ആ എഗ് മിക്സിലേക്ക് ഈ ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. പീസുകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് നമുക്കിത് മിക്സാക്കി എടുക്കാം. ബ്രെഡിൻ്റെ പീസുകളൊന്നുമില്ലാതെ ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടിയിലൊരു കട്ടിയുള്ള പാത്രം വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. അതിനായി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിലേക്ക് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു വേറെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചെറിയ പീസ് ചിക്കനാണ്. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം കേട്ടോ വെച്ച് കൊടുക്കുന്നത്. റെഡും യെല്ലോ കളറ് ക്യാപ്സിക്കം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും കുറച്ച് ചീസ് കൂടി ഇട്ടതിന് ശേഷം ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്സ സോസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തോ. ഇതിൻ്റെ ബേസ് ഞാൻ കുറച്ച് കട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ. ഇവിടെ കട്ടി കൂടുതലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കട്ടിയിലേക്ക് എടുത്തത്. ഇനി ഒന്ന് കവർ ചെയ്ത് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രെഡ് പിസ്സയാണിത്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. മാവൊന്നും കുഴച്ച് അധികം ടൈം കളയാതെ നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റിയതാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.